അപ്പോൾ ഗൈസ് നമ്മുടെ വ്ലോഗിൻ്റെ ഡേ 4 ആണിന്ന്. ഇന്ന് പോണത് ഇന്ന് ഹോസ്പിറ്റലിലൊന്ന് പോകണം. കാല് എന്തോ MRI സ്കാൻ എടുക്കണം എന്ന് പറയണ സീനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് പോണത്? അതുകഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എവിടെയോ അതുകഴിഞ്ഞിട്ട് എവിടെയല്ല, അതായത് നമ്മ കോളേജിൽ ചെറിയ മീറ്റിംഗ് ഉണ്ട്. നമ്മൾ കോളേജിൽ പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അവിടുന്ന് പറഞ്ഞു വിട്ടു ഗൈസ്. അത് സൗണ്ട് മാത്രമേ ഉള്ളൂ പാക്കറ്റിന്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തെമ്മിങ്കലം ഫ്രൈ. തായ്ലാൻഡ് തായ് മസാജ്. ഇതാ കാർ മസാജ്. കാർ മസാജ് കഴിഞ്ഞ് നമ്മൾ പിന്നെ വരാം. ഡിപ്പാർട്ട്മെന്റിലെ മിസ്സല്ലേ? ഹലോ, ക്ലിങ്ങായി ലിൻഡ ചേച്ചി ക്ലിങ്. ടീച്ചർ കോൾ എടുക്കുമോ ഇല്ലയോ? കോൾ എടുക്കുമോ? എടുത്തു. ഞങ്ങൾ ഫ്രൈഡേ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ കാണാൻ? ഇനി ആളുടെ ഫാദർ അടുത്ത വീക്ക് വരുള്ളൂ. ഇവിടുത്തെ അന്തരീക്ഷം വെച്ച് സീനാണ്. ഇവിടെ പെട്ടെന്നൊന്നും ഒരു ടീച്ചർമാരെയും വന്ന് കാണാൻ പറ്റില്ല. അത് പറയുന്ന ഡേറ്റിൽ കാണാൻ പറ്റും. ഏതാ കോളേജ്? സപ്തഗിരി നഴ്സിംഗ് കോളേജ്. നമ്മൾ കന്നഡ പോകും. നമ്മളിന്ന് കണ്ടിട്ടേ പോകാൻ നോക്കുന്നുള്ളൂ. പക്ഷേ അവര് സീനാണ്. ഒരു ഡേറ്റ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പറഞ്ഞ് വീട്ടിൽ പോകേണ്ട അവസ്ഥ പോലെ. അതാണ് കഥ. ഗൈസ്, അപ്പോൾ അത് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലഞ്ച് എന്താ കഴിക്കുന്നത് ഗൈസ്? ബിരിയാണി സാപ്പിടാം. എല്ലാം പോയി. ബിരിയാണി ലൈറ്റായിട്ടാണ് കഴിക്കാൻ. മലയാളിയുടെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഉച്ചയ്ക്ക് ലൈറ്റായിട്ട്. അപ്പോൾ ഫുഡ് വന്നിട്ട് ഞണ്ട് ചോറ് പറ. വെരി നൈസ്. ചുമ്മാ അടിച്ചവിടെ ചപ്പാത്തി, കോയിൻ പൊറോട്ട, ചോറ്, ബിരിയാണി. ഓക്കെ, കഴിച്ചിട്ട് കാണാം ഗൈസ്. കഴിച്ചു ഇറങ്ങി. ഏതാ? ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ എലൈറ്റ്. ഓക്കെ, പോവാം. ഇതാണ് വെയിൽ, ഭയങ്കര വെയിൽ. ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ ടൈറ്റായി, നിർബന്ധിച്ചു. ഭക്ഷണം നമ്മൾ വളരെ ലഘുവായിട്ട് കഴിക്കണം. അതായത് ഒരു പണ്ഡിതൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയണം. ഭക്ഷണം നമ്മള് മരുന്ന് പോലെ കഴിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. വളരെ കുറച്ച് അല്പം കഴിക്കുക. മരുന്ന് ഞങ്ങൾ ഇപ്പോഴും കഴിക്കുക, അതേപോലെ കഴിക്കുക. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. എല്ലാവർക്കും ഒരു പാടാവട്ടെ. ഇവിടെ ഡീസലിനും പെട്രോളിനൊക്കെ നല്ല റേറ്റ് കുറവാ. ഡീസലിനെന്തോ 10 രൂപ വ്യത്യാസം ഉണ്ട്. പ്രോപ്പറായിട്ട് അറിയില്ല. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഒരു വെളിവും ഇല്ലാണ്ടിരിക്കണ പാമ്പ്. ക്ലൂസ് വെളിവുള്ള ആള് താഴേക്കും ബാക്കിലേക്കും നോക്കി നടക്കുന്നത്. നമുക്ക് നല്ലൊരു പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്.
അല്ലേ? ടോപ്പിക് എന്താ പോകുന്നത്? പോസ്റ്റാണോ ഹോസ്റ്റല്ലേ? പോസ്റ്റാ. അത് അത്രേ ഉള്ളൂ ടോപ്പിക്. പോസ്റ്റായിട്ട് കാലിൻ്റെ കഥ എന്തായി? ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അപ്പ ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ഡോക്ടർ എന്താ പറയുന്നത്? ഇനിയപ്പോ ഹോസ്പിറ്റലിൽ പോണോ ഇവിടെ നിന്ന്? ഓഹോ. ഇനി ഒരു 1.5 മണിക്കൂർ റിപ്പോർട്ട് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ. അഗെയിൻ അടുത്ത പോസ്റ്റ് ഓൺ ദ വേ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാ, നിന്നിട്ട് വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്ത് വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വെറുതെ നിൽക്കണം, എന്നിട്ട് ഇവിടുന്ന് വെറുതെ പോകണം. ഇത്രയാ പറയാനുള്ളത്. എന്നിട്ട് വെറുതെ പോകണല്ലേ? വളരെ നല്ലൊരു അഭിപ്രായമാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ വെറുതെ വന്ന് നിൽക്ക, എന്നിട്ട് വെറുതെ പോവാന്നാണ് പറയണേ. കണ്ടോ, വെറുതെ നിൽക്കെന്തൊക്കെ തന്നെ ഇവിടുത്തെ കഥ. ചിരിച്ച് തളരാത്ത ബുൾബുള്ളിനെ കണ്ട് ഹോൺ എന്റെ ഒരു പാട്ട് പാടട്ടെ? നീ ഇടുവോടാ ബ്ലോഗില്? ഇടാവോ? ഞാൻ പാട്ട് പാടാം. അലിമരക്കുടക്കടവിനെ കണ്ടുപിടിക്കും, കെട്ടുനടുപ്പാക്കും എന്നെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും എന്നിട്ടും നീ എന്റെ ചിന്നി ചിന്നി മിന്നി തെലുങ്കുന്ന വാലൊരിക്ക നിനക്ക് പുറവിഷിപ്പൂത്ത കണക്കണിയഞ്ചിന ചേലനക്ക് നടക്കുന്ന തെയ്യം വെടിയടിക്കും നോക്ക് വെലിക്കിന തുളുമ്പുന്ന ചേല്. ഇന്നത്തെ ഡേ ഫുള്ള് പോസ്റ്റാണ് ഗൈസ്. ഹോസ്പിറ്റൽ ഷോപ്പ്. ഓ ഇങ്ങനെയുണ്ട് ഗൈസ്. ന്യൂ റിംഗ് അല്ല, ന്യൂ കമ്മൽ. അപ് ടു 70% കണ്ട രാഹുൽ ചേട്ടൻ്റെ അവസ്ഥ എങ്ങനെയായി? അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്രയും ഇന്നത്തെ വ്ലോഗ് ഇത്രേ കാണുള്ളൂ. അടുത്ത വ്ലോഗുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഗൈസ്